ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കണം. അപ്പോൾ ഞാനിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു പഴയകാല റെസിപ്പിയാണ്. ഒരു മണിപ്പുട്ടിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കിയിരുന്നൊരു പലഹാരമാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ സ്നാക്കൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. മണിപ്പുട്ടെന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഞാനിത് ചെയ്യുന്നത് കൊച്ചി സ്റ്റൈലിലാണ്. ഞാനിത് എൻ്റെ അമ്മൂമ്മയൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടിരിക്കുന്നത്. ഇടിയപ്പത്തിൻ്റെ പൊടി കുഴച്ചിട്ട് അത് കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പണ്ട് കാലത്ത് ചെയ്തിരുന്നത്. ഇപ്പം അത് നമ്മൾ സേവനാഴിലാണ് ചെയ്യുന്നത്. നമ്മളിത് കൂടെ കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാലും പഞ്ചസാരയും കുറച്ച് അരിപ്പൊടിയും ഏലക്കാപ്പൊടിയും കൂടി കുറുക്കി ഒരു കുറുക്ക് പോലെ ഉണ്ടാക്കിയിട്ട് അത് ഒഴിച്ചിട്ടാണ് ഇത് കഴിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഒരു നല്ല നാടൻ പലഹാരമാണ്. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ മണിപ്പുട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമുക്ക് മണിപ്പുട്ടുണ്ടാക്കാനുള്ള മാവൊന്ന് റെഡിയാക്കി എടുക്കണം. മണിപ്പുട്ടുണ്ടാക്കാൻ എടുക്കുന്ന അരിപ്പൊടി ഒട്ടും തരിയില്ലാത്ത നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന പൊടി വേണം എടുക്കാനായിട്ട്. ഞാനിവിടെ 2 കപ്പ് അരിപ്പൊടിയാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നമുക്ക് വെജിറ്റബിൾ ഓയിലായാലും മതി. ഓയിലും ഉപ്പും ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. തിളച്ച വെള്ളം കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് തിളച്ച വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി ഒന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം കൂടി കൂടുതൽ ലൂസായി പോകരുത്. അതാണ് ഞാൻ പറഞ്ഞത്. കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മൾ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്കൊരു പാകം അറിയാൻ പറ്റും. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞാൽ തുടക്കക്കാരായിട്ടുള്ള പിള്ളേരുണ്ടാവും, ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഞാനിവിടെ ഇപ്പോൾ 2 കപ്പ് പൊടിക്ക് 2 കപ്പ് വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വെള്ളം ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. വെള്ളത്തിൻ്റെ അളവ് നമുക്ക് അത്ര കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ചില പൊടിക്ക് വെള്ളം കൂടുതൽ വേണ്ടി വരും, ചില പൊടിക്ക് വെള്ളം കുറവ് മതിയായിരിക്കും. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന പൊടിക്ക് ഒരു 2 കപ്പ് വെള്ളവും ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടിയിൽ വെള്ളമെല്ലാം ചേർത്തതിന് ശേഷം ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി കുറച്ച് സമയം മാറ്റി വെക്കാം. ഇപ്പോൾ മാവ് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ചെറുതായിട്ട് അതിൻ്റെ ചൂടെല്ലാം കുറഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെറിയ ചൂടോടുകൂടി തന്നെ കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ചെറിയ ചൂടോടുകൂടി തന്നെ കുഴച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മാവ് തണുത്തിട്ട് നമ്മൾ കുഴച്ചെടുക്കുകയാണെങ്കിൽ പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല. ഇപ്പോൾ മണിപ്പുട്ടിനുള്ള മാവ് ഈ കാണുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മളിതിവിടെ കൈകൊണ്ട് കുത്തി നോക്കുമ്പോൾ തന്നെ അറിയാം. കൂടുതൽ ലൂസും അല്ല കൂടുതൽ ടൈറ്റും ഇല്ലാത്തൊരു പാകത്തിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. മാവ് കൂടുതൽ ടൈറ്റായി പോകാനും പാടില്ല. ടൈറ്റായി പോയിട്ടുണ്ടെങ്കിലും നമ്മൾ സേവനാഴിയിലിട്ട് നമ്മൾ പ്രസ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും പുറത്തേക്ക് വരാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമുക്ക് മണിപ്പുട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മൾ മണിപ്പുട്ട് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സേവനാഴിയുടെ ചില്ല് ഇതുപോലത്തെ ആയിരിക്കണം. ഇടിയപ്പം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അച്ചിനേക്കാളും കുറച്ചും കൂടെ വലിയ ദ്വാരങ്ങളുള്ള അച്ച് വേണം നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കാനായിട്ട്. ഇനി ഇത് സേവനാഴിയുടെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഇനി സേവനാഴിയുടെ അകത്തേക്ക് കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കാം. ഇനി കുഴച്ച് വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് കുറച്ച് മാവ് കയ്യിലെടുത്ത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് നീളത്തിൽ ഉരുട്ടിയെടുക്കുക. അതിന് ശേഷം ഇത് സേവനാഴിയുടെ അകത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനി സേവനാഴി ഒന്ന് മൂടി കൊടുക്കാം. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് സേവനാഴിയിൽ നിന്ന് ഇതുപോലെ കറക്കി ഇട്ട് കൊടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ കുറച്ച് മാവ് ഇതുപോലെ പ്രസ് ചെയ്തിട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് അരിപ്പൊടി വിതറി കൊടുക്കണം. അരിപ്പൊടി ഇട്ടതിന് ശേഷം കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പതുക്കെ വിടിയിപ്പിച്ച് കൊടുക്കാം. ഇനി അരിപ്പൊടി ചേർത്ത് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഇതൊന്നിലൊന്ന് ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വിടിയിപ്പിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കിയത് കൈകൊണ്ട് നന്നായിട്ട് വിടർത്തി ചെറിയ കഷ്ണങ്ങളായിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മാവ് കൊണ്ട് നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം.
ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം. ആദ്യം നമ്മളിത് പ്ലേറ്റിലേക്കൊന്ന് കറക്കി ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി വിതറിയതിന് ശേഷം കൈകൊണ്ട് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് വിടർത്തിയെടുക്കാം. ഇപ്പോൾ എല്ലാ മാവ് കൊണ്ടും നമ്മൾ ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മണിപ്പുട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി നമുക്ക് പുട്ട് മേക്കറിലേക്ക് അതിൻ്റെ ഡിസ്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മണികൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പുട്ട് മേക്കറിൻ്റെ ഒരു അരഭാഗം ഇതിട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയത് വീണ്ടും ഇട്ട് കൊടുക്കാം. വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. അവസാനം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയതും കൂടി വീണ്ടും ഇട്ട് കൊടുക്കണം. ഇനി പുട്ടുകുറ്റി അതിൻ്റെ മൂടി കൊണ്ടൊന്ന് മൂടി കൊടുക്കാം. ഞാനിവിടെ ഒരു പ്രഷർ കുക്കറിൽ ഒരു 1/4 ഭാഗത്തോളം വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ മൂടി കൊടുക്കാം. ഇപ്പോൾ കുക്കറിൻ്റെ അകത്തെ വെള്ളം തിളച്ച് സേഫ്റ്റി വാൽവിൽ കൂടെ ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പുട്ടുകുറ്റി നമുക്ക് ആ സേഫ്റ്റി വാൽവിൻ്റെ അകത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. മണിപ്പുട്ട് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 4-5 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ആവിയെല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇനി റെഡിയായ പുട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ള പുട്ട് നമുക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഈ പുട്ടിൻ്റെ കൂടെ കഴിക്കാനുള്ള പാലുണ്ടാക്കാം. പാലുണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് രണ്ടാം പാലും 1 കപ്പ് ഒന്നാം പാലുമാണ്. ഞാൻ 1.5 കപ്പ് തേങ്ങ ചിരവിയത് മിക്സിയിലിട്ട് 1 കപ്പ് വെള്ളമൊഴിച്ച് ആദ്യം അടിച്ചെടുത്തിട്ട് പിഴിഞ്ഞെടുത്തതാണ് 1 കപ്പ് ഒന്നാം പാല്. വീണ്ടും കുറച്ച് വെള്ളമൊഴിച്ച് അടിച്ച് പിഴിഞ്ഞെടുത്ത രണ്ടാം പാലുമാണിത്. ഇനി പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന രണ്ടാം പാല് നമ്മളൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഇപ്പോൾ ചേർക്കരുത്. അത് നമുക്ക് മാറ്റി വെച്ചിട്ട് അവസാനം ചേർക്കാനുള്ളതാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പൊടി തന്നെയാണ്. അരിപ്പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഒന്ന് നല്ലതുപോലെ കട്ടയില്ലാതെ കലക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. മധുരം നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 3/4 കപ്പ് പഞ്ചസാര വരെ ചേർക്കാം. പഞ്ചസാര ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇപ്പോൾ പാൽക്കുറുക്ക് ഉണ്ടാക്കാനുള്ള പൊടിയും പഞ്ചസാരയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്റ്റൗവിൽ വെച്ച് നല്ലതുപോലെ തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൈ എടുക്കാതെ നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ അരിപ്പൊടി കട്ട പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. കുറച്ച് സമയം എടുത്ത് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. അരിപ്പൊടി നല്ലതുപോലെ വെന്ത് കുറുകി വരണം. പാലിപ്പോൾ ഈ കാണുന്ന പോലെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം ഇരിക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നാം പാൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പിന്നെ തിളക്കാൻ അനുവദിക്കരുത്. ഒന്ന് നന്നായിട്ട് ഇളക്കി നല്ലതുപോലെ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന 3/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഒന്നാം പാൽ ചേർത്തിട്ട് ഇപ്പോൾ നന്നായിട്ട് ചൂടായി തിളക്കുന്നതിന് മുമ്പുള്ള പാകമാണ്. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇപ്പോൾ വളരെ രുചികരമായി നമ്മുടെ മണിപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കയ്യിലെടുത്ത് നോക്കാം. ഇത് നല്ല സോഫ്റ്റാണ്. ഇനി ഇതെങ്ങനെയാണ് സെർവ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. റെഡിയായ പാൽക്കുറുക്കും ഞാനിവിടെ ഒരു ബൗളിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പ്ലേറ്റിൽ നമുക്ക് ആവശ്യത്തിനുള്ള മണിപ്പുട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറുക്കി വെച്ചിരിക്കുന്ന പാലൊഴിച്ച് കൊടുക്കാം. പാലൊഴിച്ചതിന് ശേഷം മണിപ്പുട്ടും പാലും കൂടി സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കോരി കഴിക്കാം. വളരെ ടേസ്റ്റിയാണ്. തേങ്ങാപ്പാലിൻ്റെയും ഏലക്കയുടെയും എല്ലാം നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും ഇതുപോലെ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്